നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ തന്നെയാണ്. ഈ പാതയുടെ അപകടാവസ്ഥ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു, വിശദമായൊരു വാർത്ത. നിരന്തരമായി ഈ പാതയിലുണ്ടാകുന്ന അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു വാർത്ത, ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം വിശദമായി തന്നെ ഞങ്ങൾ നൽകിയിരുന്നു. ആ വാർത്ത കണ്ട് നിരവധി ആളുകളാണ് ഞങ്ങളെ വിളിച്ചത്. ഈ റോഡിലെ പല ഭാഗത്തുള്ള പല പ്രശ്നങ്ങൾ പറയാൻ വേണ്ടിയായിരുന്നു വിളിച്ചത്. ഇപ്പോൾ നിൽക്കുന്നത് ചെറുപ്പശ്ശേരിയിൽ തന്നെയാണ്. പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന കച്ചേരിക്കുന്ന് ഇറക്കത്തിലാണ് ഞാനുള്ളത്. ഈ പാതയുടെ ഏറ്റവും അപകടാവസ്ഥ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇവിടെ എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യുവാവിൻ്റെ ബൈക്ക് അപകടത്തിൽ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, ഈ ഒരു സ്ഥലം നമ്മൾ ശ്രദ്ധിച്ചറിയാം. ഇവിടെ നല്ല ഇറക്കമാണ്. ആ ഇറക്കം ഇറങ്ങി വരുന്ന ഈ ഭാഗത്താണ് റോഡ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അഴുക്കുചാലി ഇതാ പകുതിയേ ഉള്ളൂ. ഇവിടെ ഏത് സമയത്ത് വേണമെങ്കിൽ അപകടങ്ങൾ സംഭവിക്കാം എന്നുള്ളൊരു സ്ഥിതിയാണ് ഇവിടെ കാണുന്നത്. അവിടെ നിന്ന് വെള്ളം ശക്തിയായി ഒലിച്ചു വരുന്ന വെള്ളം ഇവിടെ അഴുക്കുചാലി പകുതിയായിട്ട് നിൽക്കുന്ന അവസ്ഥ. ഇവിടെ നിന്നാണ് പോകുന്നത്. വലിയൊരു ഗർത്തമാണ് ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഏത് സമയത്തും പരിചയമില്ലാത്തൊരു വാഹനം, പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ലൈറ്റില്ലാത്ത അഭാവത്തിൽ ഇവിടെ വന്നാൽ അപകടം ഉറപ്പാണ്. ഈ ഗട്ടറിൽ വീണ ആളുകൾക്ക് എന്ത് സംഭവിക്കുക എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെയാണ് തൊട്ടപ്പുറത്ത് അഴുക്കുചാല് മൂടാതെ ഇട്ടിരിക്കുന്നു ഒരു ഗർത്തം. ഇങ്ങനെ ഈ പാതയുടെ ഓരോ ഭാഗം പരിശോധിച്ചാലും വലിയ വലിയ അപാകതകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ അതാ ഒരു സൈഡ് വാളാണ്, റോഡിൻ്റെ സൈഡ് വാൾ നിൽക്കുന്നത് കണ്ടാൽ നമുക്കറിയാം. ആ സൈഡ് വാളിൽ തട്ടിയാണ് അന്നൊരു ബൈക്ക് മറിഞ്ഞൊരു യുവാവ് മരണത്തിന് ഇടയായത്. റോഡിനോട് ചേർന്നാണ് ഈ സൈഡ് വാൾ നിൽക്കുന്നത്. അതായത് രാത്രിയൊക്കെ വന്ന് ഒന്ന് സൈഡ് ഒടിച്ചു നിർത്തിയാൽ, ഇനി ബൈക്ക് എന്നല്ല കാറ് ഏത് വാഹനങ്ങൾക്കും വേണമെങ്കിൽ അവിടെ അപകടത്തിൽപ്പെടാം. റോഡിൽ നിന്നും അല്പം മാറി നിർമ്മിക്കേണ്ട ആ സൈഡ് വാളാണ് റോഡിനോട് ചേർന്ന് വളവ് ഭാഗത്ത് നിർമ്മിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഈ പാതയിൽ നിരന്തരം അപകടങ്ങളാണ് ഈ പാതയിൽ പല ഭാഗത്തും ഉള്ളത്. എന്തായാലും നാട്ടുകാർ ഞങ്ങളുടെ വാർത്ത കണ്ട് വിളിക്കുകയുണ്ടായി. ഇന്ന ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്, നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് പറയും. ഇപ്പോൾ നാട്ടുകാരനായ നിങ്ങളുടെ പേരെന്താ സുഹൃത്ത് പറഞ്ഞു, മുഹമ്മദ് അലി ഉണ്ട്. നമ്മളോട് നേരത്തെ ഈ പാതയുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ചിട്ട് നിരവധി വിളിക്കുന്ന ആളുകൾ തന്നെയാണ് ഇവരൊക്കെ. ഈ ഭാഗത്ത് ഇപ്പോൾ ഞങ്ങളിത് ആളുകൾ വിളിച്ചിട്ട് വന്നതാണ്. ഇവിടുത്തെ സ്ഥിതി എന്താണ്? നിങ്ങൾ നാട്ടുകാരൻ തന്നെയല്ലേ? നമ്മൾ നിരവധി പ്രാവശ്യം ഇത് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ പെട്ടെന്ന് നമ്മൾ കാണുന്ന തരത്തിലല്ല ഈ കടങ്ങ് കിടക്കുന്നത്. അപ്പം പെട്ടെന്ന് രാത്രിയിലൊക്കെ വരുമ്പോൾ ഇതിൽ ഒരു വാഹനത്തിൻ്റെ ടയർ വീഴുകയോ അല്ലെങ്കിൽ ടൂ വീലറുകൾ ചാടുകയോ ചെയ്യുന്നതാണ്. നമുക്ക് രാത്രിയാണ് ആളുകൾ വീണ് കഴിഞ്ഞാൽ പോലും ആളുകൾക്ക് ശ്രദ്ധ എത്താത്ത ഒരു സ്ഥലമാണ്. ചിലപ്പോൾ ആളുകൾ മരണപ്പെട്ടതിന് ശേഷവും നമുക്കിത് കാണാൻ പറ്റാം. അപ്പോൾ നിരവധി പ്രാവശ്യം നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ നമുക്ക് ഡ്രെയിനേജ് എന്നാണ് ശരിക്കും ഇതിന് പറയാം. അത് മഴവെള്ളം പോകുന്ന ഒരു ചാല് എന്നുള്ള രീതിയിലാണ്. പക്ഷേ നിലവിൽ ഇവിടെ കച്ചേരിക്കുന്ന് പള്ളി ജംഗ്ഷനിൽ നിന്ന് ഈ നമ്മുടെ കാക്കാത്തോട് പാലം വരെ ഇതിന് ഡ്രെയിനേജ് സംവിധാനം ഇല്ല. അതായത് മഴവെള്ളം പോകാനുള്ള ഒരു വഴി എന്ന് പറയുന്നതില്ല. പിന്നെ ഫുട്പാത്ത് സംവിധാനമില്ല. അപ്പോൾ നിലവിൽ ഈ മഴവെള്ളം ഫുള്ളായിട്ട് വരുന്നത് ഈ റോഡിലൂടെയാണ്. ഈ റോഡിൽ വന്നിട്ടാണ് ഇത്തരത്തിലൊരു ഗർത്തം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നിരവധി പ്രാവശ്യം അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ആരും ഇത് ഗൗനിക്കുന്നില്ല. ഇനി ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ട് കാര്യമുള്ളൂ. അതിന് മുന്നേ നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. അതേപോലെ തന്നെയാണ് തൊട്ടടുത്തുള്ള ആ ഡിവൈഡർ. ഈ ഡിവൈഡർ വന്നിട്ട് പുറത്തോട്ടാണ് നിൽക്കുന്നത്. സൈഡ് വാളാണ്. അതായത് റോഡിലോട്ടാണ് നിൽക്കുന്നത്. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അത് ആക്സിഡൻറ്റ് ഉണ്ടാക്കുന്ന തരത്തിലാണ് അത് നിൽക്കുന്നത്, അല്ലാതെ മനുഷ്യനെ രക്ഷിക്കാനല്ല. അപ്പം ഇത് ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് നോക്കി കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അത്രയും ബുദ്ധിയില്ലാത്ത ആളുകളാണോ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ഒരു ബുദ്ധിപരമായിട്ടൊരു കാര്യങ്ങൾ ചെയ്യേണ്ടത് അതില്ല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ദിശാ ബോർഡുകളുണ്ട്, അതൊന്നും ഇല്ല. അതേപോലെ സേഫ്റ്റി ബോർഡുകളുണ്ട്, അതൊന്നും നിലവിൽ ഇവിടെ ആളുകൾ കാണുന്ന തരത്തിൽ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അതൊക്കെയാണ് ഈ അപകടങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ വേറൊരു വിഷയം പറയുന്നത്, നമുക്ക് നമ്മൾ യു ടേൺ എടുക്കുന്ന ഭാഗത്ത് ഒരു ഹമ്പ് പോലെ സംവിധാനങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ഈ അപകടങ്ങൾ കൂടുതലും ഒഴിവാകും. കാരണം സ്പീഡ് കമ്മിയായി കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാകും. അപ്പോൾ അതിനൊരു സംവിധാനം ഉണ്ടെങ്കിൽ ഇത്രയും അപകടങ്ങൾ ഒഴിവാകും. അതുപോലും ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശ്രദ്ധ ചെലുത്തി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാവുന്ന നിൽക്കും. പക്ഷെ അതിന് ആരും അധികാരികൾ ശ്രദ്ധ ചെലുത്തുന്നില്ല. നിങ്ങൾ നോക്കൂ, അവിടെ കച്ചേരിക്കുന്ന് പള്ളി ജംഗ്ഷനുണ്ട്. അവിടെ നിലവിൽ സീബ്ര ലൈൻ ഉണ്ടായിരുന്നതാണ്. അതിപ്പോൾ നിലവിൽ എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുനഃസ്ഥാപിച്ച് ആളുകൾക്ക് ഒരു സേഫ്റ്റി ഉണ്ടാക്കുന്ന തരത്തിലൊരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ ഉപകാരമാവും.
അപ്പോൾ ഈ മുഹമ്മദ് അലിയൊക്കെ പറഞ്ഞമാതിരിയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഈ റോഡിൽ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ കച്ചേരിക്കുന്നിലാണ് നിൽക്കുന്നത്. കച്ചേരിക്കുന്ന് നമുക്കറിയാം ഈ പാത 4 വരി പാത എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇവിടെ നോക്കുക 2 വരിയായിട്ടാണ് ഈ പാത മാറുന്നത്. ഇങ്ങനെ തന്നെയാണ് ഈ റോഡിൻ്റെ അവസ്ഥ. 4 വരി പാത എന്ന് പേരിൽ മാത്രമാണ് ഉള്ളത്. പല സ്ഥലത്തും ഈ റോഡ് 2 വരി പാതയായിട്ട് ചുരുങ്ങുകയാണ്. ഇതും അപകടങ്ങൾക്കൊരു കാരണം തന്നെയാണ്. വളരെ വേഗതയിൽ 4 വരി പാത ആണ് എന്ന രീതിയിൽ വാഹനങ്ങൾ വരികയും പെട്ടെന്ന് റോഡ് 2 വരി പാതയായി ചുരുങ്ങുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഗുരുതരമാണ്. അത്രയും വേഗതയിലാണ് ഈ പാതയിലൂടെ വാഹനങ്ങൾ വരുന്നത്. പരിചയമില്ലാത്തവരാണെങ്കിൽ അപകടം ഉറപ്പാണ്. കാരണം വേഗതയിൽ വന്ന് പെട്ടെന്ന് പാത 2 വരിയായി ചുരുങ്ങുന്നു. അതുപോലെ തന്നെ ലൈനുകളുടെ ഒരു പ്രശ്നം, പല ഭാഗത്തും ലൈനുകൾ കൃത്യമായിട്ടല്ല ഇട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ റോഡിൽ നിലനിൽക്കുകയാണ്. അതൊക്കെ തന്നെയാണ് ഈ അപകടങ്ങൾക്ക് കാരണം. എന്തായാലും ഞങ്ങൾ ഈ വാർത്ത കണ്ട് നിരവധി പേര് വിളിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കച്ചേരിക്കുന്നിൽ ഈ പ്രശ്നം ചെയ്യുന്നു. ഇനിയും ഒരുപാട് ഭാഗത്ത് ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അതും അധികാരികളുടെ ശ്രദ്ധയിൽ മലബാർ ന്യൂസ് കൊണ്ടുവരും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ക്യാമറാമാൻ അനസിനൊപ്പം പ്രദീപ് പട്ടാമ്പി, മലബാർ ന്യൂസ്.